മേക്കർസാരി എന്ന് പറയുന്ന ഗ്രാമത്തെ ഒന്നടങ്കം വേട്ടയാടിയ ഒരു കൊടും പ്രേതത്തിന്റെ കഥയാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കുറച്ചു പേര് ചേർന്ന് ഇപ്പൊ പള്ളിക്കാട്ടിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നതാണ്. രത്ന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൃതശരീരമായിരുന്നു അത്. കുഴിയിലേക്ക് ശവശരീരം കിടത്തുമ്പോൾ തന്നെ മഴ പെയ്യാനായിട്ട് ആരംഭിച്ചു. ഉസ്താദായിട്ടുള്ള ബഹ്റി ഇപ്പൊ കുഴിയിലിറങ്ങിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴേക്കും മഴ പെയ്തത് കൊണ്ട് തന്നെ കുഴിയിൽ നിന്ന് കയറാനായിട്ട് എല്ലാവരും ആവശ്യപ്പെട്ടു. ശവക്കുഴിയിൽ നിന്നും ബഹ്റിയെ വലിച്ചു കയറ്റാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നു. പക്ഷെ അവന് കയറാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ മഴയത്ത് നിന്നുകൊണ്ട് തന്നെ ഉസ്താദായിട്ടുള്ള ബഹ്റി രത്നയുടെ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് പോയി. പക്ഷെ രത്നയെ കുഴിച്ചിട്ട ആ ഒരു കുഴിമാടത്തിൽ നിന്നും അവളുടെ കൈകള് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് രത്ന മരിച്ചത് എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. കഥാനായകനായിട്ടുള്ള ബഹ്റിയെ തേടി ഹസൻ എന്ന് പറയുന്ന ഒരു യുവാവ് ഇപ്പൊ ഒരു കാർ റിപ്പയറിംഗ് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബഹ്റി ജയിലിലായിരുന്നു. സംഭവം മറ്റൊന്നുമല്ല, ബാധ ഒഴിപ്പിക്കുന്നതിനിടെ ഇവന്റെ പേഷ്യന്റ് മരിച്ചുപോയി. അങ്ങനെയാണ് അവൻ ജയിലിലായത്. അതിനുശേഷം മേക്കർസാരി വില്ലേജിലേക്ക് അവൻ പോയിട്ടില്ല. അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം ബഹ്റിയോട് ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോഴിതാ അന്യ നാട്ടിൽ പോയിട്ട് ഒരു കാർ ഷോപ്പിൽ വർക്ക് ചെയ്യുകയാണ് ബഹ്റി. ഹസൻ ഇങ്ങോട്ടേക്ക് വന്നതിന്റെ ഉദ്ദേശം തന്നെ ബഹ്റിയെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനാണ്. ബഹ്റി പ്രണയിച്ചിരുന്ന കുട്ടിയായിരുന്നു രത്ന. രത്നയുടെ ദേഹത്ത് ഒരു ബാധ കയറിയിട്ടുണ്ടെന്നും നീ പെട്ടെന്ന് തന്നെ ഗ്രാമത്തിലേക്ക് വരണം, നിന്നെ കൊണ്ട് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ ബഹ്റി എന്നാണ് ഇപ്പോൾ ഹസൻ പറയുന്നത്. ഇല്ല, ഞാൻ വരില്ലടാ, എനിക്കിനി പഴയ പോലെ അങ്ങനൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല, ഞാൻ ആ കാര്യങ്ങളൊക്കെ മറന്നു തുടങ്ങി എന്നും പറഞ്ഞ് ഹസനെ അവിടെ നിന്നും യാത്രയാക്കുകയാണ് ബഹ്റി. ഹസൻ അങ്ങനെ അവിടെ നിന്നും പോയി. അതിനുശേഷം ബഹ്റിയുടെ അടുത്ത് ഈ ഒരു കാർ ഷോപ്പ് നടത്തുന്ന ഓണർ, നീ ഇന്ന് ഒരുപാട് പണിയൊന്നും എടുത്തില്ലല്ലോ, അവനോട് സംസാരിച്ചിട്ട് മര്യാദയ്ക്ക് രാത്രി മുഴുവൻ പണിയെടുത്തോ എന്നൊക്കെ പറഞ്ഞ് അയാൾ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുന്നു. അന്ന് രാത്രി ബഹ്റി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൻ കണ്ണടച്ച് കിടക്കുകയാണ്. പെട്ടെന്നാണ് ഇവൻ കിടക്കുന്നതിന്റെ അടുത്തേക്കായിട്ട് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ശവം വരുന്നത്. ഇതൊന്നും ബഹ്റി അറിയുന്നില്ല. അവന്റെ മുകളിലായിട്ട് ഈ ഒരു ശവം അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഈ ഒരു ശവത്തിന്റെ മണം കാരണം ബഹ്റി പെട്ടെന്ന് ഞെട്ടി എണീക്കുകയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. വീണ്ടും അവൻ കിടന്നു. പക്ഷെ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ അവൻ പുറത്തുനിന്ന് കേൾക്കുകയാണ്. അങ്ങനെ പതിയെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തൊക്കെ പോയി നോക്കി. അപ്പൊ റിപ്പയറിങ്ങിനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു കാറിനുള്ളിലായിട്ട് രത്നയെ കഴുത്തില് ചങ്ങലക്കിട്ട് ആരോ അവിടെ വെച്ചിട്ടുണ്ട്. രത്നയാകട്ടെ ഇവന്റെ അടുത്ത് സഹായിക്കൂ സഹായിക്കൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ ബഹ്റി അവന്റെ കെട്ടും പാണ്ഡവും എടുത്തിട്ട് മേക്കർസാരി വില്ലേജിലേക്ക്, അതായത് അവൻ ജനിച്ചു വളർന്ന നാട്ടുകാർക്കൊന്നും അവന് ഇഷ്ടമല്ലാത്ത ആ ഒരു ഗ്രാമത്തിലേക്ക് ബസ്സും കയറി പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരു കാറ് ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നതും കാണിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് രത്നയാണ്. അവളുടെ അവസ്ഥ എന്നത് വളരെ പരിതാപകരമാണ്. ഒരുപാട് മുറിവുകളും ആ മുറിവുകളിൽ നിന്നൊക്കെ പുഴുക്കൾ വരെ ഈ ഒരു അമ്മ വാരിക്കളയുന്നു. പെട്ടെന്നാണ് വീടിന് പുറത്തായിട്ട് ഒരാൾ വരുന്നത്. രത്നയുടെ അമ്മ ഒരുപാട് പൈസ കടമെടുത്തിട്ടുണ്ടായിരുന്നു. അത് ചോദിക്കാനായിട്ടാണ് ഇയാൾ വന്നിട്ടുള്ളത്. അന്ന് വൈകിട്ടായപ്പോഴത്തേക്കും മേക്കർസാരി വില്ലേജിലേക്ക് ബഹ്റി എത്തി. നല്ല മഴയുണ്ടായിരുന്നു. അവൻ നേരെ പോകുന്നത് അവനെ പഠിപ്പിച്ച ഉസ്താദിന്റെ വീട്ടിലേക്കാണ്. ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും ബഹ്റിയെ കാണുമ്പോൾ തന്നെ വീടിന്റെ വാതിൽ കൊട്ടിയടയ്ക്കും. ഹസനെ കണ്ടുമുട്ടിയതിനു ശേഷം നേരെ ബഹ്റി പോകുന്നത് ഉസ്താദിന്റെ വീട്ടിലേക്കാണ്. ഉസ്താദ് മാത്രമാണ് ഈ ഒരു നാട്ടില് അവന് ആകെയുള്ള പിടിവള്ളി. ബഹ്റിയുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ച ശേഷം അബ എന്ന് പറയുന്ന ഈ ഒരു ഉസ്താദാകട്ടെ അവന് താമസിക്കാനായിട്ട് ബോർഡിംഗ് സ്കൂളിന് അടുത്തായിട്ടുള്ള ഒരു റൂം തരപ്പെടുത്തി കൊടുക്കുന്നു. നാട്ടുകാർ പറയുന്നതൊന്നും മോൻ കേൾക്കണ്ട, ഉസ്താദിന്റെ ഭാര്യ ബഹ്റിയോട് പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു കുഞ്ഞു പയ്യൻ വന്നു. എന്നിട്ട് ബഹ്റിയും കൂട്ടിക്കൊണ്ട് അവന് താമസിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. പിന്നീട് ചെറിയൊരു പാസ്റ്റ് ആണ് കാണിക്കുന്നത്. രത്നയും അതുപോലെ തന്നെ നമ്മുടെ ബഹ്റിയും ഒരുമിച്ചുള്ളപ്പോ രത്നയോട് തന്റെ ഇഷ്ടം തുറന്നു പറയാനായി ബഹ്റി ശ്രമിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മറ്റൊരുത്തൻ കടന്നു വരുന്നത്. ബഹ്റിക്ക് എന്നും പാരയായിട്ടുള്ള സുലൈമാൻ ആയിരുന്നു അത്. അപ്പോഴേക്കും രത്ന അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ബഹ്റി ഇപ്പോൾ ആലോചിക്കുകയാണ്. അതെല്ലാം ഇന്നലെ നടന്നതുപോലെ അവന് തോന്നുന്നു. ഉടൻ തന്നെ ബഹ്റി ഉസ്താദിനെ പോയി കണ്ടു. എന്നിട്ട് രത്നയെ സഹായിക്കാനാണ് ഞാൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നത്, പക്ഷെ പഴയതുപോലെ ഒരു കാര്യവും എനിക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ഉസ്താദ് അപ്പൊ അവനോട് പറഞ്ഞു,
അള്ളാഹ് നിന്റെ കൂടെ ഉണ്ടാകും. നീ നല്ലൊരു പ്രവൃത്തിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നീ ഉടൻ തന്നെ രത്നയെ പോയിട്ട് സഹായിക്ക്. ഇത് കേട്ടതും ബെഹ്റിയാകട്ടെ രത്നയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കൂടെ ഹസനും ഉണ്ടായിരുന്നു. ബെഹ്റിയെ കണ്ടതോടുകൂടി രത്നയുടെ അമ്മയ്ക്ക് പകുതി ആശ്വാസമായിട്ടുണ്ട്. അവന് കുടിക്കാനായിട്ട് കാപ്പിയൊക്കെ എടുത്തു കൊടുക്കുന്നു. ശേഷം രത്നയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പെട്ടെന്ന് രത്ന വേദന കൊണ്ട് പൊളയാനായിട്ട് തുടങ്ങി. അവളുടെ നിലവിളി കേട്ട് ഇപ്പൊ രത്നയുടെ അമ്മ മുറിയിലേക്ക് പോയി. കൂടെ നമ്മുടെ ബഹ്റിയും ചെന്നു. രത്നയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് അവന് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അവളുടെ ശരീരം മുഴുവൻ മുറിവുകളും അതുപോലെ തന്നെ പുഴുക്കളും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഹസനോട് വന്ന് അവൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല, നീ ധൈര്യമായിട്ടിരിക്കുക, നീ ഉടൻ തന്നെ പ്രാർത്ഥനകളും മറ്റൊക്കെ തുടങ്ങ്, ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ഹസൻ അവിടെ നിന്നും പോയി. ധൈര്യം സംഭരിച്ച ബഹ്റിയാകട്ടെ ഇപ്പോൾ രത്നയുടെ അടുത്തിരിക്കുകയാണ്. രത്നയാകട്ടെ ബഹ്റിയുടെ കൈ പിടിച്ചിട്ട് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് കരയുകയാണ്. ഉടൻ തന്നെ ബഹ്റി പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് തുടങ്ങുന്നു. ഇത് കേട്ടതും ആ ഒരു സാത്താൻ അത് സഹിക്കുന്നില്ല. അന്തരീക്ഷമാകെ മാറാനായിട്ട് തുടങ്ങി. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. ബഹ്റിയുടെ പ്രാർത്ഥന മുടക്കാനായി സാത്താൻ പല വിധേന ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കാറ്റ്, മഴ, പിന്നീട് ഇടിമിന്നല്, ദേ ഇപ്പോ കരന്റും പോയി. ഒരുവിധം തപ്പിത്തടഞ്ഞ് ബഹ്റി അടുക്കളയിലേക്ക് എത്തി. എന്നിട്ട് രത്നയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഒരു വിളക്കുമായി അവൻ അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ രത്നയെ കാണാനില്ല. ഇപ്പൊ രത്നയുടെ അമ്മയും ബഹ്റിയും കൂടി ചേർന്ന് വീട് മൊത്തം അരിച്ചു പെറുക്കി നോക്കുന്നു. പക്ഷെ എവിടെയും രത്നയുടെ പൊടി പോലുമില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ബഹ്റിയുടെ അടുത്തായിട്ട് ഈ ഒരു രത്നയുടെ ദേഹത്ത് കയറിയ പ്രേതം ഇപ്പൊ വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന വിളക്കങ്ങ് ഊതിക്കളയുന്നു. അപ്പോഴേക്കും രത്നയുടെ അമ്മ വന്ന് തീപ്പെട്ടി ഉപയോഗിച്ച് ആ ഒരു വിളക്ക് വീണ്ടും കത്തിച്ചു. പെട്ടെന്നാണ് ജനലിന് പുറകിലായിട്ട് ഇപ്പൊ രത്നയെ നമ്മുടെ ബഹ്റി കാണുന്നത്. ഇപ്പൊ ഇവര് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല മഴയാണ്. രത്നയുടെ ദേഹത്ത് കയറിയ ആ ഒരു സാത്താനാകട്ടെ ഇപ്പോ വീടിന് മുകളിൽ കയറി ഇരിക്കുകയാണ്. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും നോക്കി ചിരിക്കുന്നു. തൊട്ടടുത്ത നിമിഷം ഈ ഒരു പ്രേതമാകട്ടെ രത്നയുടെ അമ്മയുടെ മുകളിലേക്ക് ചാടി വീഴുകയാണ്. അത് തടയാനായിട്ട് നമ്മുടെ ബഹ്റി ശ്രമിക്കുന്നു. ഉടൻ തന്നെ അവൻ പ്രാർത്ഥനകൾ ചൊല്ലാനായിട്ട് തുടങ്ങി. ഇതേ സമയം തന്നെ ബഹ്റിയുടെ ഉസ്താദായിട്ടുള്ള അബ്ബായും പ്രാർത്ഥനകൾ വീട്ടിലിരുന്ന് ചൊല്ലുന്നുണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ടെന്നോണം രത്നയുടെ ദേഹത്ത് കയറിയ ആ ഒരു സാത്താൻ ഇപ്പൊ അവളുടെ ശരീരം വിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു. പക്ഷെ തൊട്ടടുത്ത നിമിഷം രത്ന മരണപ്പെടുകയാണ്. അടുത്ത ദിവസം തന്നെ ഖബറടക്കം നടക്കാനായിട്ട് പോവുകയാണ്. നാട്ടുകാരിൽ പലരും വന്നിട്ട് ഇപ്പൊ നമ്മുടെ ബഹ്റിയെ തടയുന്നു. അവരെല്ലാം അവഗണിച്ചുകൊണ്ട് ഇവിടെ തന്നെ അവളുടെ ഉപ്പായെ അടക്കിയ അതേ മണ്ണിനടുത്തായിട്ട് തന്നെ അവളെയും അടക്കും എന്ന് ബഹ്റി പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് അവിടെ നമ്മുടെ രത്നയെ അടക്കം ചെയ്യുകയാണ്. ഈ ഒരു സീനാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്രാമത്തിൽ അവളെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഗ്രാമത്തിന് ദോഷമാണ് എന്നാണ് ഗ്രാമത്തിലുള്ള പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ രത്നയെ കുഴിച്ചിട്ട കുഴിമാടത്തിൽ നിന്നും അവളുടെ കൈകള് പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. പിന്നീട് കാണിക്കുന്നത് സുലൈമാനെയും ഭാര്യയുമാണ്. സുലൈമാന്റെ ഭാര്യ ഗർഭിണിയാണ്. സുലൈമാന്റെ ഭാര്യ എപ്പോഴും പരാതി പറച്ചിലാണ്, എനിക്ക് നിങ്ങൾ ഇതുവരെ പച്ചമാങ്ങ കൊണ്ടു തന്നില്ലല്ലോ, അപ്പുറത്തെ വീട്ടിൽ പച്ചമാങ്ങ ഉണ്ട് മനുഷ്യ, നിങ്ങൾ പോയി കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ സുലൈമാൻ അത് പറിക്കാനായിട്ട് പോകുന്നു. ഉടൻ തന്നെ ഈ ഭാര്യയാകട്ടെ ഇപ്പൊ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം പാർന്നൊഴിക്കാനായിട്ട് നോക്കുമ്പോഴാണ് ആ ഒരു തൊട്ടിയിൽ നിന്നും ഒരു പാമ്പ് പുറത്തേക്ക് വരുന്നത്. ഇത് കണ്ട് പേടിച്ച സുലൈമാന്റെ ഭാര്യയാകട്ടെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുകയാണ്. ആ ഒരു ഗർഭം അലസിപ്പോകുന്നു. വീണ്ടും എങ്ങനെയൊക്കെയോ എഴഞ്ഞെഴഞ്ഞ് ആ ഒരു പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിനകത്തേക്ക് അവൾ കയറി. അവിടെ ഉണ്ടായിരുന്ന കബോർഡിനുള്ളിലാകട്ടെ ഇപ്പോഴിതാ നമ്മുടെ രത്നയുടെ പ്രേതം ഇരിക്കുകയാണ്. ഇതും കൂടി കണ്ടപ്പോ സുലൈമാന്റെ ഭാര്യയുടെ സകല കിളിയും പോയി. അടുത്ത ദിവസം സുലൈമാൻ ആകട്ടെ വീടിന് മുൻവശത്തിരുന്ന് കരച്ചിലോട് കരച്ചില്. കൂട്ടുകാരനായിട്ടുള്ള റഷീദ് അങ്ങോട്ടേക്ക് വന്ന് കാര്യം തിരക്കുന്നു. ഇതെല്ലാം തന്നെ ആ രത്നയെ പള്ളിക്കാട്ടിൽ അടക്കിയത് കൊണ്ടാണ് എന്നാണ് റഷീദ് ഇപ്പോൾ നമ്മുടെ സുലൈമാനോട് പറയുന്നത്. ഇത് കേട്ടതും സുലൈമാന് നല്ല ദേഷ്യം വരുന്നു. രത്നയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഉസ്താദിനോടും ബഹ്റി ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനും കാര്യമായിട്ടുള്ള അറിവില്ല. അപ്പോഴാണ് ഹസൻ നമ്മുടെ ബഹ്റിയെ കാണാനായിട്ട് വരുന്നത്. ഹസനോട് ഇക്കാര്യം പറഞ്ഞപ്പോ മുത്തുവിന് ചിലപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും. മുത്തുവിന്റെ ബന്ധുവാണ് പണ്ട് നമ്മുടെ ബഹ്റി എക്സോസിസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ദേഷ്യം ഇപ്പോഴും മുത്തുവിന് നമ്മുടെ ബഹ്റിയോടുണ്ട്. മാത്രമല്ല രത്നയെ കുറിച്ച് ചോദിച്ചപ്പോ മുത്തുവിന്റെ ദേഷ്യം വീണ്ടും വീണ്ടും കൂടി വന്നു. അന്ന് രാത്രി രത്നയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മുത്തുവിന്റെ ഭാര്യ ഇപ്പൊ മുത്തുവിനോട് ചോദിക്കുമ്പോ അവന് ദേഷ്യം വരുന്നുണ്ട്. മുത്തുവിന്റെ ഭാര്യ അടുക്കളയിലേക്ക് പോയ സമയം മുത്തുവിന് പുറത്തു നിന്നൊരു സൗണ്ട് കേൾക്കുന്നു. അവൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരു പെൺകുട്ടിയുടെ ശബ്ദമായിരുന്നു അത്. ഇവിടെ മൊത്തം തെരഞ്ഞെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. അത് നമ്മുടെ രത്നയുടെ പ്രേതമായിരുന്നു. അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്, പക്ഷെ പൊട്ടം കാണുന്നില്ല. വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് അവൻ തിരിഞ്ഞതും
അവന്റെ മുൻപിലായിട്ട് ഇപ്പൊ രത്നിയുടെ പ്രേതം നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രേതത്തിന്റെ വായിൽ നിന്നും നേരത്തെ സുലൈമാന്റെ ഭാര്യ കണ്ട അതേ പാമ്പ് പുറത്തേക്ക് വരികയാണ്. ഇത് കണ്ടതും മുത്തു വീട്ടിലേക്ക് ഓടി. പിന്നീട് കാണിക്കുന്നത് റഷീദിനെയാണ്. അവനിപ്പോ ബൈക്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അവന്റെ പുറകില് ആരോ ഇരിക്കുന്നത് പോലെ അവന് തോന്നുന്നു. പെട്ടെന്ന് അവൻ സൈഡ് മിററിലൂടെ നോക്കിയപ്പോ അവന്റെ പുറകിലായിട്ട് ദേ ഇപ്പോ രത്നിയുടെ പ്രേതമുണ്ട്. ആ ഒരു പ്രദേശത്താണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് പോലുമില്ല. എങ്ങനെയൊക്കെയോ അവൻ വീട്ടിലേക്ക് എത്തി. ആ ഒരു കാടിന് നടുവിൽ നിന്ന് അവനെ അപ്പോഴും തുറിച്ചു നോക്കുന്നുണ്ട് രത്നിയുടെ പ്രേതം. മറുവശത്ത് മുത്തു ആകട്ടെ വീടിനകത്ത് ഇരുന്ന് ആലോചനയാണ്. ഇതെല്ലാം എനിക്ക് തോന്നിയതായിരിക്കോ? ഞാനാണെന്നുണ്ടെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മുത്തുവിന്റെ ഭാര്യ സുന്ദരിയായി കുളിച്ചൊരുങ്ങി ഇപ്പൊ ബെഡ്റൂമിലേക്ക് വന്നിരുന്ന് തന്റെ ഭർത്താവിനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാം മറന്ന് തന്റെ ഭാര്യയെ കെട്ടിപ്പിടിക്കാനായിട്ട് മുത്തു ശ്രമിക്കുമ്പോ ഭാര്യയെ രത്നിയുടെ പ്രേതം പോലെയാണ് അവന് തോന്നുന്നത്. നിങ്ങൾക്ക് നല്ല പനിയുണ്ടല്ലോ മനുഷ്യ എന്നും പറഞ്ഞുകൊണ്ട് മുത്തുവിന്റെ ഭാര്യ അടുക്കളയിലേക്ക് പോയി ഒരു ചുക്കുകാപ്പിയൊക്കെ ഇട്ടിട്ട് അതെടുത്ത് അവന് കൊണ്ടുകൊടുക്കാനായിട്ട് ഇപ്പൊ റൂമിലേക്ക് തിരിച്ചെത്തി. പക്ഷെ തന്റെ ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിലാണ് മുത്തുവിന്റെ ഭാര്യയ്ക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ മുത്തുവിന്റെ മരണം ഗ്രാമത്തില് പാട്ടായി. എല്ലാം ഈ ഒരു രത്നിയുടെ ശരീരം ആ ഒരു പള്ളിക്കാട്ടിൽ അടക്കിയത് കൊണ്ടാണ് എന്നാണ് നാട്ടുകാരൊന്നടങ്കം പറയുന്നത്. നാട്ടുകാർക്ക് നല്ല മുഴുത്ത വട്ടാണെന്ന് ഉസ്താദും ഇപ്പൊ ബഹ്റിയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശവപ്പറമ്പിലേക്ക് പോയ നമ്മുടെ രത്നയുടെ അമ്മയാണ്. പുള്ളിക്കാരി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ രത്നിയുടെ ശരീരം പകുതി ദേ ഇപ്പൊ മണ്ണിന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല തന്റെ മകളെ ഉപയോഗിച്ച് ആരോ ബ്ലാക്ക് മാജിക്കും മറ്റൊക്കെ നടത്തിയതായി അവർക്ക് മനസ്സിലാകുന്നു. കുഴിമാടത്തിന് ചുറ്റിലായിട്ട് ഒരുപാട് പൂക്കളും മന്ത്രച്ചരടുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ രത്നയുടെ അമ്മ വലിച്ചെറിഞ്ഞു. എന്നിട്ട് രത്നയുടെ മൃതശരീരത്തിന് ചുറ്റിലുമായിട്ട് സാരി കൊണ്ട് ഒരു മറ തീർക്കുന്നു. ഉസ്താദാകട്ടെ ബഹ്റിയോട് ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യമാണ്. എനിക്കെന്തായാലും ഇപ്പോൾ എക്സോസിസമോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ബാധയെ ഒഴിപ്പിക്കാനായിട്ടോ ഒന്നും കഴിവില്ല. നീ എന്തായാലും ഈ ഒരു നാടിനെ രക്ഷിച്ചേ തീരുള്ളൂ. എല്ലാവരും നിന്റെ കൂടെ നിൽക്കും. നാട്ടുകാരുടെ വിശ്വാസം നീ പിടിച്ചു പറ്റണം. അന്ന് രാത്രി തന്നെ ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ മൊത്തം ഓടിക്കൂടുന്നു. നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഇപ്പോൾ സാത്താൻ കയറിയിട്ടുണ്ട്. അത് ഒഴിപ്പിക്കാനായിട്ട് നമ്മുടെ ബഹ്റി ശ്രമിക്കുന്നു. അത് വിജയിക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടടുത്ത നിമിഷം ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു ആൺകുട്ടിയുടെ ദേഹത്തേക്ക് ആ ഒരു സാത്താൻ തന്നെ കയറുകയാണ്. ചുരുക്കി പറഞ്ഞ സാത്താൻ അവനെ വട്ടം കളിപ്പിക്കുകയാണ്. 3 കുട്ടികളിൽ ഒരേ സമയം മാറി മാറി സാത്താൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിന്റെ ബാധ ഒഴിപ്പിക്കുമ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ആൺകുട്ടിയുടെ ദേഹത്തേക്ക് ഈ ഒരു സാത്താൻ കയറും. സാത്താന്റെ അടവ് മനസ്സിലാക്കിയ നമ്മുടെ ബഹ്റിയാകട്ടെ എല്ലാവരോടും ഒരേ സമയം ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലാനായിട്ട് പറയുന്നു. ഒടുവില് സാത്താന് വഴങ്ങേണ്ടി വരുന്നു. അങ്ങനെ 3 കുട്ടികളുടെ ശരീരം വിട്ട് സാത്താൻ പുറത്തേക്ക് പോകുന്നു. ഈ കുട്ടികളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ മാതാപിതാക്കളോട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് രാത്രി തന്നെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. നമ്മുടെ ബഹ്റിയുടെ ഉസ്താദ് മരണപ്പെട്ടു. ഉസ്താദിന്റെ വിയോഗം നമ്മുടെ ബഹ്റിയെ നല്ല രീതിയിൽ തളർത്തി കളഞ്ഞു. അടുത്ത ദിവസം കബറടക്കം നടക്കാനായിട്ട് പോവുകയാണ്. നാട്ടുകാരിൽ ചില പന്നകൾ വന്ന് ഇപ്പൊ ഉസ്താദിനെയും അവിടെ അടക്കം ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറയുകയാണ്. പക്ഷെ ബഹ്റിയും മറ്റുള്ള ആളുകളും വിട്ടുകൊടുത്തില്ല. അവിടെ തന്നെ അടക്കുമെന്ന് പറഞ്ഞ് ആ ഒരു മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കി. പക്ഷെ അവിടേക്ക് ബഹ്റിക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നേക്കുമായി ബഹ്റി ഈ ഒരു നാട് വിട്ടു പോകാനായിട്ട് നിൽക്കുന്നു. അവൻ അങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. രത്നയുടെ മരണവിവരം അറിഞ്ഞ് നഗരത്തിൽ നിന്നും സുസ്മിത എന്ന് പറയുന്ന പെൺകുട്ടി, അതായത് രത്നയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൊളീഗ് അവളെ കാണാനായിട്ട് വന്നു. ഈ കോലത്തിലാണ് അവളെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ പെൺകുട്ടിയാകട്ടെ പേടിച്ച് വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് ഓടിപ്പോകുന്നു. അവിടെ വെച്ച് ബഹ്റിയെ അവൾ കണ്ടുമുട്ടുകയാണ്. ഇതിനാ കരയുന്നെന്ന് ചോദിച്ചപ്പോ രത്നയുടെ കൂട്ടുകാരിയാണെന്നും അവൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ബഹ്റിയോട് അവൾ തുറന്നു പറഞ്ഞു. ഇവര് രണ്ടുപേരും ഒരു ബാറിലാണ് വർക്ക് ചെയ്തിരുന്നത്. രത്നയ്ക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ടും എന്നെ അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് രത്നയെ കാണാനായിട്ട് മുത്തുവും അവന്റെ ഒരു കൂട്ടുകാരനും എപ്പോഴും ഈ ഒരു ബാറിൽ വരുന്ന കാര്യം സുസ്മിത ബഹ്റിയോട് പറയുന്നത്. ഉടൻ തന്നെ നമ്മുടെ ബഹ്റി നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. എന്നിട്ട് മുത്തുവിന്റെ കൂട്ടുകാരനെ കണ്ടെത്തി നല്ല രീതിയിൽ പഞ്ഞിക്കിടുന്നു. അപ്പോഴാണ് ഇതെല്ലാം റഷീദിന്റെ പണിയാണെന്ന് അവൻ പറയുന്നത്. ഒടുവിൽ ഹസനെയും കൂട്ടി ഇപ്പൊ ബഹ്റി റഷീദിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വാതിലൊക്കെ തുറന്നു കിടക്കുന്നു. ഹസനെ പുറത്തു നിർത്തി ഇപ്പൊ നമ്മുടെ ബഹ്റി അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ ഒരു വീട് ഒരു പ്രത്യേക തരത്തിലുള്ള വീടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാഴ്ചകൾ അവനോടെ കണ്ടു. ബ്ലാക്ക് മാജിക് നടത്തുന്ന ഒരാളായിരുന്നു ഈ ഒരു റഷീദ്. അവിടെ മൊത്തം ഒരുപാട് ശവശരീരങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബഹ്റി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് റഷീദ് അവന്റെ പുറകിൽ വരികയും ഇവന്റെ തലക്കടിച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ റഷീദ് ബഹ്റിയെ അവിടെ കിടത്തിക്കൊണ്ട് മറ്റൊരു റിച്വൽ ആരംഭിക്കുന്നു. ഈ സമയത്തൊക്കെ ബഹ്റിയോട് അവൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രത്യേകിച്ച് രത്നയുടെ കാര്യങ്ങള്. രത്ന മരിക്കുന്നതിന് മുമ്പായിട്ട് അവൾക്ക് എന്നും സൗന്ദര്യം നിലനിൽക്കാനായിട്ട് അവളുടെ ശരീരഭാഗത്ത് സ്വകാര്യ ഭാഗങ്ങളിൽ പോലും ജാം നീഡിൽസ് അവൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു.
അവൾക്ക് വീണ്ടും വീണ്ടും സൗന്ദര്യം വേണമെന്നായപ്പോൾ പിന്നീട് അവൾ എനിക്ക് കടക്കാരിയായി മാറി. ഒടുവിൽ എന്റെ കടം തരാതിരുന്നപ്പോൾ ഞാൻ അവൾക്കെതിരെ ബ്ലാക്ക് മാജിക് ഉപയോഗിച്ചു. റഷീദ് ഇപ്പോ ബഹ്റിയെ തീർക്കാനായിട്ട് കത്തി ഓങ്ങിയതും ബഹ്റി ഉടനെ സടകുടഞ്ഞെഴുന്നേറ്റ് അവനിട്ട് നല്ല പണി കൊടുത്തു. അവന്റെ ആ ഒരു വീട് മൊത്തത്തിൽ അങ്ങോട്ട് കത്തിച്ചു കളയുകയാണ് ഇപ്പോ നമ്മുടെ ബഹ്റി ചെയ്യുന്നത്. അതൊട്ടും തന്നെ റഷീദ് പ്രതീക്ഷിച്ചിരുന്നില്ല. വീട് കത്തുന്നതിന്റെ ഇടയിൽ റഷീദും പെട്ടുപോയി, അവനും കത്തിപ്പോയി. വീടിന് പുറത്തേക്ക് ഇറങ്ങിയ നമ്മുടെ ബഹ്റിയുടെ അടുത്തേക്ക് രത്നയുടെ ആത്മാവ് വരികയും അവനോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ നാട്ടിൽ നടന്നിരുന്ന എല്ലാ പ്രശ്നത്തിന്റെയും കാരണക്കാരൻ റഷീദ് മാത്രമായിരുന്നു. അങ്ങനെ നാട്ടില് വീണ്ടും സമാധാനം കൈവന്നിരിക്കുകയാണ്. നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ട ഒരു ഉസ്താദായി നമ്മുടെ ബഹ്റി മാറിയിരിക്കുന്നു. റഷീദിന്റെ വാക്ക് കേട്ട് ബഹ്റിയെ തെറ്റിദ്ധരിച്ച എല്ലാ ആളുകളും ബഹ്റിയുടെ അടുത്തും രത്നയുടെ അമ്മയുടെ അടുത്തും ഇപ്പോൾ മാപ്പ് പറയുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ബഹ്റിയെ തേടി 2 പോലീസുകാർ വരികയാണ്. എന്നിട്ട് ഹസൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഇത് കേട്ട് ബഹ്റി ഞെട്ടിപ്പോയി. അന്ന് ഇവൻ ഈ ഒരു നാട്ടിലേക്ക് വരുമ്പോ ഒരു കാർ ആക്സിഡന്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് തന്നെ ഹസൻ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തിയപ്പോഴും നമ്മുടെ ബഹ്റിക്ക് വഴികാട്ടിയത് ഹസന്റെ പ്രേതമായിരുന്നു. ഓടി നിങ്ങൾ കൈപ്പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ആ 2 പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ നിന്നും പോകുന്നു. അതിനെ ഓർത്ത് കരയുന്ന നമ്മുടെ ബഹ്റിയുടെ തൊട്ടു പുറകിലായിട്ട് ഹസന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അന്ന് മുതല് ആ ഒരു നാട്ടിലെ നല്ലൊരു ഉസ്താദായി നമ്മുടെ ബഹ്റി മാറുന്നു. എല്ലാ കുട്ടികൾക്കും മറ്റുള്ളവർക്കും നല്ല അറിവുകൾ പകർന്നു കൊടുത്ത് ബഹ്റി ഇപ്പോഴും സ്വസ്ഥമായി ജീവിക്കുന്നു. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് കൂട്ടുകാർ ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി അഡ്വാൻസ് ഓണം. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.